നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് രേണു സുധീനെ പറ്റിയിട്ടാണ്. അപ്പോൾ രേണു സുധിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, ലിപ്പ് ലോക്കാണ് സംഗതി. സെറ്റിൽ വെച്ച് ലിപ്പ് ലോക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തർക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മീഡിയയോട് മുമ്പ് തന്നെ രേണു ഒരു മറുപടി പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും രേണു ഇതൊന്നും ചെയ്യില്ല എന്നും, ഈ ഉമ്മ വയ്ക്കുന്നത് പോലും രേണുവിന് ഇഷ്ടമില്ല, പിന്നല്ലേ ലിപ്പ് ലോക്ക് എന്നൊക്കെയാണ് രേണുവിൻ്റെ നിലപാട്. അപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നതിന് മുമ്പ് രേണു അന്ന് എന്താണ് പറഞ്ഞത് എന്നുള്ളത് കേട്ടിട്ട് തിരിച്ചു വരാം. ഇനിയിപ്പോ മുന്നോട്ട് എന്തെങ്കിലും ഒരു സീനിൽ നായകന്റെ ചുണ്ട് ജസ്റ്റ് ഒരു സിനിമയിലുണ്ടല്ലോ, ഒരു പാട്ടിനകത്ത്, ഏത് പാട്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലിപ്പ് തമ്മി മുട്ടിയില്ല എന്നുള്ളൊരു സീനില് ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓക്കെയാണ്. പക്ഷെ ലിപ്പ് ലോക്ക് ഡീപ്പ് അതൊന്നും നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ രേണുവിൻ്റെ ഒരു ഡാൻസ് വരുന്നത് കാണാൻ സാധിക്കും. അതെന്താണെന്നാൽ നിങ്ങളിൽ പലരും അത് കണ്ടു കാണുമായിരിക്കും. രേണുവിനെ പെരേര കയ്യിൽ പിടിച്ചിട്ട് വട്ടമൊക്കെ കറക്കി. അതൊരു ഒന്നൊന്നര കറക്കാണ്. ഏതോ കിളി പോയ ഒരാൾ രേണുവിനെ എടുത്തിട്ട് കറക്കുന്ന പോലെയൊക്കെയാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്തോരോ കറക്കാണ് ഈ കറക്കി താഴെ വെച്ചാലും ആൾക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാതെ തല ചുറ്റി വീഴുന്ന രീതിയിലുള്ളൊരു കറക്കലാണ്. അപ്പോൾ ഇതുപോലുള്ള ഏതോ ഒരു ഷോർട്ട് ഫിലിമിനോ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഈ കറക്കുന്ന പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൽ വന്നിട്ട് ഒരു ബോധവും ഇല്ലാത്ത ഇതുപോലുള്ളവരൊക്കെ രേണുവിനെ ഇട്ട് വട്ടം കറക്കിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെയാണോ രേണു അഭിനയിക്കുന്നതെന്ന് കമൻസ് ധാരാളം വരുന്നുണ്ട്. പിന്നെ പ്രതീക്ഷ എന്നൊരാൾ ഇത് കണ്ടിട്ട് രേണു താഴെ വീഴാതിരിക്കാൻ വേണ്ടി കയറി പിടിച്ചത് കൊണ്ട് ഭാഗ്യം കൊണ്ട് രേണു താഴെ വീഴാതെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പോൾ നാട് ഒടിഞ്ഞ് ആശുപത്രിയിലാകേണ്ട ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. അതിനെക്കുറിച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയത്. ലിപ്പ് ലോക്കിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ചൂടുപിടിച്ച് വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ആ വീഡിയോ ക്ലിപ്പിംഗ് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ലിപ്ലോക്കിന്റെ സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് നീ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് ഈ മൊബൈൽ ഫോൺ ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അലൻ ജോസ് പെരേരയുടെ ഷൂട്ടിംഗ് ഒക്കെ കാണുമ്പോൾ എന്താണ് ഈ പുള്ളി കാണിച്ചു കൂട്ടുന്നതെന്ന് കണ്ടിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല.
സാധാരണ ഈ തിയേറ്ററുകളിലൊക്കെ ഇരുന്നിട്ട് റിവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം അത് ഓരോ വീട്ടിൽ തന്നെ ഒക്കെ വിളിച്ചു പറയുന്ന ആളാണ് പുള്ളിക്കാരനെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ ഒരു റോളൊക്കെ കൊടുക്കുന്നു, പിന്നീട് അതിൽ രേണു സുധീനെ പോലുള്ളവരൊക്കെ അഭിനയിപ്പിക്കുന്നു. ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? നോക്കി കണ്ടുമൊക്കെ ജീവിച്ചില്ലെങ്കിൽ ഇതൊക്കെ ആകെ പുലിവാല് പിടിച്ചതുപോലെ പ്രശ്നങ്ങളാകും. ഈ ലിപ് ലോക്ക് സംഭവമൊക്കെ സാധാരണ വിദേശത്ത് നടക്കുന്ന പരിപാടിയാണ്. അത് ഇവിടെ അതും ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്യണമെന്നുള്ള ചർച്ച നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പിന്നെ വേറൊരു വശം ചിന്തിച്ചാൽ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി പോലെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഡിസ്കഷനൊക്കെ സാധാരണ അത് ഒരു റൂമിൽ വെച്ചിട്ട് എല്ലാവരും കൂടി ചർച്ചയൊക്കെ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഒരുപാട് പേര് മൊബൈൽ ഫോണൊക്കെ വെച്ച് ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. ആകെ എന്തോ ഒരു വശപ്പശക് സംഭവം പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ എന്താ ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഇല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സീനാണെന്ന് തോന്നുന്നു. കൂടുതൽ വ്യൂസും പബ്ലിസിറ്റിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നും കാണുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. പിന്നെ സിനിമാ ലോകത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും എവിടെയൊക്കെ ചതിക്കുഴികളുണ്ടെന്ന് പറയാൻ ആർക്കും പ്രവചിക്കാനോ പറയുവാനോ ഒന്നും സാധിക്കില്ല. അതിൽ വീണുപോയാൽ പിന്നെ തീർന്നു, അതിൽ നിന്ന് തിരിച്ചു കയറുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ രംഗത്തൊക്കെ ഇറങ്ങാൻ. ഈ രേണു സുധിയാണെങ്കിൽ പലരും പറഞ്ഞ് കേൾക്കുന്നത് പാവം പോലെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാകാത്ത രീതിയിൽ ഇരിക്കുകയാണെന്നും അതാകപ്പാടെ പ്രശ്നത്തിലോട്ടോ ബുദ്ധിമുട്ടുകളിലോട്ടോ ഒക്കെ ചെന്ന് വീഴാൻ സാധ്യതയുണ്ടെന്നും ഒക്കെയും പറയുന്നു. അപ്പോൾ ഇതെന്താണ്, ഈ നാടകമാണോ, ഇതൊക്കെ എന്താ പരിപാടി എന്നുള്ളത് നിങ്ങൾക്കും ഇത് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കും. എന്താ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്? ഇതൊരു നാടകത്തിൻ്റെ പുനരാവിഷ്കാരമാണോ, ഇത് ശരിക്കും ഈ ലിപ് ലോക്കിന് വേണ്ടിയിട്ടൊരു തർക്കമൊക്കെ നടക്കുന്നുണ്ടോ, അല്ല പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു രംഗമാണോ ഇത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നതുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. തുടർന്ന് ഇതുപോലുള്ള വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.